ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. കുറച്ച് വൈകിയാണ് എപ്പിസോഡ് വന്നത്. അപ്പം നിങ്ങളിലേക്ക് ഒറിജിനൽ എപ്പിസോഡ് തന്നെ എത്തിക്കാമെന്ന് കരുതിയിട്ടാണ്. മാത്രമല്ല വമ്പൻ ട്വിസ്റ്റോട് കൂടി എപ്പിസോഡല്ലേ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ആ സംഭവ വികാസങ്ങളെന്ന്. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് മനസ്സിനെ ഫോണൊക്കെ വിളിച്ച് വിനോദിനെ ഏർപ്പാട് ചെയ്യുകയാണ്. വിനോദാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സുചിത്ര അങ്ങോട്ടേക്ക് വന്നു. എന്താടാ ഒരു ഗൂഢാലോചന? ചെറുക്കം വരുന്നുണ്ട്, സ്വീകരിക്കാൻ ഇറങ്ങിയതാ, നീയും കൂടെ വാ. ഓ, ഞാനിവിടെ ഇരുന്നോളാം, നീ പൊക്കോ. അങ്ങനെ സുചിത്ര അങ്ങ് പോവുക. സുചിത്ര നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ. ഇതിനിടയ്ക്ക് വീണ്ടും വിനോദ് വിളിക്കുകയാണ്. എത്തിയോ എന്നൊക്കെ ചോദിച്ചു ഗുണ്ടകളോട്. മാന്യമായ ഡ്രസ്സൊക്കെയാണോ ധരിച്ചിരിക്കുന്നത്? അതെ. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞ് ആ ഗുണ്ടകൾക്കരികിലേക്ക് ചെല്ലാം. ഇതേ സമയം നമ്മുടെ പ്രഭുമാഷും പ്രിയാമണിയും സുചിത്രയൊക്കെ കൂടി എല്ലാവരെയും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ വിനോദാണെങ്കിൽ ആ ഗുണ്ടകളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഫ്രണ്ടിൽ കൂടെ വരണ്ട, ബാക്ക് വശത്തോടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിക്ക് വരാനായിട്ട് പറഞ്ഞ് അങ്ങനെ വിനോദിൻ്റെ ഗുണ്ടകൾ വന്നു. അപ്പോൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞങ്ങൾ ഇനി എവിടെയാണ് നിൽക്കേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിവാഹം മുടക്കുക മാത്രമാണ് ലക്ഷ്യം. പിന്നെ ഇഷിതയെ തട്ടിക്കൊണ്ടു പോകാം, ഒരു കാരണവശാലും കൊല്ലാൻ പാടില്ല. അത് VM പറയുന്നത് പോലെ ഞങ്ങൾ അതിനപ്പുറം പോവില്ലല്ലോ. അതെ, പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരു കാരണവശാലും കൈ വെച്ചേക്കരുത്. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, തുടങ്ങിക്കോളാൻ പറഞ്ഞു. റിവോൾവറൊക്കെ ഇവർ സെറ്റാക്കിയിട്ടുണ്ട്, ഭയപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങളിലേക്ക് കഥ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു തിരക്കിലാണ് കേട്ടോ. വേറൊന്നുമല്ല, നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കുക, അപ്ലോഡ് ചെയ്യുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടി പോയതാണ്. എന്തായാലും കുറച്ച് പതിയെ പറയാനായിട്ടൊക്കെ നോക്കാം. അപ്പോൾ വിശ്വജിത്തും നമ്മുടെ പ്രഭുമാഷും കൂടിയിട്ട് സംസാരിക്കുകയാണ്. എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാം. മാഷ് പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ തിരുമേനിയോട് ചടങ്ങൊക്കെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ തിരുമേനി ചടങ്ങൊക്കെ തുടങ്ങി. ഇതിനിടയ്ക്ക് മാഷ് വിനോദ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് വിനോദിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അല്ല, നിങ്ങളെന്താ ഇവിടെ മാറിയിരിക്കുന്നത്? അത് ഒരു സൈഡ് പിടിച്ചിരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഡ്രൈവറാണ് എന്ന് ഗുണ്ടകളെ കാണിച്ചിട്ട് ഇങ്ങനെ പറയുക. ഡ്രൈവറാണ്, ഡ്രൈവറിൻ്റെ കൂട്ടുകാരനുമാണ്. എന്തായാലും നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. പക്ഷേ പേര് പറയുന്നൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ മാഷ് വീണ്ടും പ്രിയാമണിക്ക് അരികിലേക്ക് വരികയാണ്. പിന്നെ ഒരാൾ അവിടെ വന്നിട്ടുണ്ട്, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് സുചിത്ര ഇത് കേട്ടു. സുചിത്ര പറഞ്ഞു, അത് വിനോദാണ്. TV ഈയിടെ കാണിച്ചപ്പോഴേക്ക് ഇളയച്ചൻ കണ്ടതല്ലേ വിനോദ്. ഓ നമ്മുടെ വലിയ കാര്യമാക്കിയില്ല കേട്ടോ നമ്മുടെ മാഷ്. ആ സമയത്ത് ആകാശ് അങ്ങോട്ടേക്ക് വരികയാണ്. ആകാശും രചനയും. എന്തായാലും രചനയും ആകാശം കയറി വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പ്രിയാമണിയും പ്രഭുമാഷും ഒക്കെ സ്വീകരിക്കുകയാണ്. ആകാശ് പറഞ്ഞു, അയാം ആകാശ് മേനോൻ, ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണ്, മാത്രമല്ല മഹേഷിൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ബിസിനസ് സുഹൃത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് എന്തായാലും ആവശ്യം എൻ്റേതാണല്ലോ, അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ എന്നൊക്കെ ആകാശ് ഇങ്ങനെ പറയുക കേട്ടോ. ഇവർക്ക് കൂടുതലൊന്നും മനസ്സിലായില്ല കേട്ടോ നമ്മുടെ പ്രഭുമാഷിനും പ്രിയാമണിക്കും. അതേസമയം നമ്മുടെ ചിപ്പിമോൾ ഇവരെ സ്വീകരിക്കുന്നത് എൻ്റെ ഡാഡിയുടെയും അമ്മയുടെയും കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. നിൻ്റെ അമ്മയുടെ കല്യാണമോ? അല്ല, ഡാഡിയുടെ കല്യാണം. അമ്മ വരണം എന്ന് പറഞ്ഞതാ. നീ വീട്ടിലേക്ക് വരാനുള്ളതാ, നീ ഓർത്തണം. എന്നോട് വലിയ ഡയലോഗ് ഇറക്കാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രചന ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോവുക. ആകാശും രചനയും അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിമോള് സൂരജിനോട് പറയാ, ആ പോയത് കണ്ടോ, അയാളാണ് അമ്മയുടെ ഗമ്മ്, എപ്പോഴും ഒട്ടും ഇങ്ങനെ ഇരിക്കും. ആകാശിന് ദേഷ്യം വന്ന് ചിപ്പിമോളുടെ അടുത്തേക്ക് ദേഷ്യത്തോടു കൂടി വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രചന പറഞ്ഞു, വേണ്ട ആകാശ്, അവൾ വീട്ടിൽ വരുമല്ലോ, നമ്മൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു എന്നറിയാലോ, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഇവരകത്തേക്ക് ചെന്നു. വിനോദുമായിട്ട് ഒരു കൂടിക്കാഴ്ച. ചാർട്ട് പ്രകാരം കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ അല്ലേ. വിനോദ് മാളിക്കൽ ഏറ്റെടുത്താൽ അതിനർത്ഥം ഓപ്പറേഷൻ സക്സസ് എന്ന് തന്നെയാണ്. ഉത്തരത്തിൽ നിന്നാണ് ഞാൻ ചോദ്യത്തിലേക്ക് പോകുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് പ്ലാനുകളെല്ലാം പറയുകയാണ്. ഡോക്ടർ ഇഷിത കണ്ടിട്ടുള്ള ഓപ്പറേഷൻ അല്ല ഇത്. ഇവിടെ ആയുധം തോക്കും ഘടാരയൊക്കെയാണ്. ആ സമയത്താണ് മനസ്സിനെ ആ ഭാഗത്തേക്ക് വരുന്നത്. മനസ്സിനെ കൈയാട്ടി വിളിച്ചു ആകാശ്. പെട്ടെന്ന് മനസ്സിനെ ഇവർക്കരികിലേക്ക് വരുമോ, ചുറ്റിനും ഒക്കെ ഒന്ന് നോക്കിയിട്ട്. എന്നിട്ടൊരു ഗൂഢാലോചന, എന്തൊക്കെയാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പരസ്പരം പിരിഞ്ഞു കേട്ടോ. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കനും കൂട്ടരും വരികയാണ്. ചെറുക്കനെ സ്വീകരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ, വളരെ ആഘോഷത്തോടു കൂടി തന്നെ മഹേഷിനെ എങ്ങനെ സ്വീകരിക്കുന്നത് മാറി നിന്ന് ആകാശ് കാണുകയാണ്. ആകാശിന് മുന്നിലൂടെ വിജയ ചിരിയോട് കൂടിയിട്ട് ആ ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെ ഇവൻ തലയുയർത്തി പിടിച്ച് നമ്മുടെ മഹേഷ് കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിതയെ ഒരുക്കുന്നതാണ് കേട്ടോ. ഇഷിതയ്ക്ക് ആഭരണമൊന്നും ഇന്നലെ ഇട്ടില്ലായിരുന്നല്ലോ. ആഭരണമൊക്കെ ഇടിപ്പിച്ച് ബാക്കി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ് സുചിത്രയും അഷിതയും ചേർന്നിട്ട്. മനസ്സിനെയും അരികിലുണ്ട്.
ഇഷിതേച്ചി ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നെ, ഇഷിതേച്ചി ഒന്ന് അവസാനമായിട്ട് കാണട്ടെ. അവസാനമായിട്ടോ? ഇവള് മരിച്ചു പോവോ എന്നൊക്കെ മനസ്സിന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അല്ല, അരമണിക്കൂറൂടെ കഴിഞ്ഞ ഇഷിത അയ്യര്, ഇഷിത മഹേഷ് ചന്ദ്രനാവൂലേ? ഓ അത് ശരിയാട്ടോ. അപ്പോഴേക്ക് ചിപ്പിമോൾ ഓടി വന്നു. ഇതാരാ, വെഡ്ഡിങ് ഗേളോ? സൂപ്പറായിട്ടുണ്ടല്ലോ. മൈ വേൾഡ്സ് ബേഴ്സ് മാം എന്നൊക്കെ കൊച്ചു പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇഷിത കൊച്ചിനൊരു ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോഴേക്കും മാഷും പ്രിയാമണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പ്രിയാമണിയും മാഷും കൂടെ ഭയങ്കര ഭയങ്കര ഒരു വികാര നിർഭരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇവരുടെ ഒരു ആഗ്രഹിച്ചൊരു മുഹൂർത്തമാണല്ലോ. ഇവർ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ചൊരു മുഹൂർത്തമാണ് ഇഷിതയുടെ വിവാഹം. ഈ ഒരു വേഷത്തിൽ ഒരിക്കൽ കണ്ടിട്ട് അബദ്ധമൊക്കെ പറ്റി അത് മാറിപ്പോയതല്ലേ നമ്മുടെ മനസ്സിന് കാരണം. എന്തായാലും അതുകൊണ്ട് കണ്ണ് നിറയാം. വരനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ പോവാ, ഞാനങ്ങ് ചെല്ലട്ടെ കേട്ടോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭു മാഷ് അങ്ങ് പോയി. കൂടെ പ്രിയാമണി പോകാൻ നേരത്ത് മനസ്സിനെയും വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇഷിതയുടെ അടുത്ത് ആൾ വേണ്ടേ? അതിന് ഇവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ മനസ്സിനെ കൊണ്ടുപോയി കേട്ടോ. മനസ്സിനെയാണ് വെപ്രാളപ്പെട്ടാണ് സ്റ്റേജിലേക്ക് പോകുന്നത്. അവിടെ താൻ നിന്നാലല്ലേ സെറ്റാക്കാൻ പറ്റുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ. ആകാശം രചനയൊക്കെ ഭയങ്കരമായിട്ട് അവർ ആകാംക്ഷയോട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രചനയ്ക്കാണ് കൂടുതൽ ആകാംക്ഷ. ഓരോ ചടങ്ങ് മുന്നോട്ട് പോകും തോറും ഈ കല്യാണം നടക്കുമെന്നൊരു ഭീതി അവളിലുണ്ട്. എന്താ ആകാശം ഇത്, എന്താ? അപ്പോഴേക്കും മനസ്സ് നിൽക്കട്ടെ, മെസ്സേജ് വിനോദിന് വന്നാൽ മാത്രമേ വിനോദ് മൂവ് ചെയ്യുള്ളൂ, എന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും വിനോദ് ഏറ്റതല്ലേ നടക്കുന്ന, നീ അവിടെ അടങ്ങിയിരിക്കുക. എന്തായാലും ആകാശ് പതുക്കെ രചനയോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ അരികിലേക്ക് പോയിരിക്കുകയാണ്. മഹേഷിൻ്റെ തൊട്ട് പുറകിലത്തെ സീറ്റിൽ. അപ്പോൾ ഏറ്റവും വേദിയിൽ ഏറ്റവും ഫ്രണ്ടിൽ മഹേഷിനെ കൊണ്ടിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. ആ സ്റ്റേജിലേക്ക് ഇരുത്തുന്നതിന് മുമ്പായിട്ടേ മിസ്റ്റർ മഹേഷ് ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നു. നിൻ്റെ പിന്നിലെ എപ്പോഴും ഞാനുണ്ടാകും, എപ്പോഴും. നീ എന്നെ ക്ഷണിച്ചില്ല കേട്ടോ, പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. മഹേഷ് ചന്ദ്രൻ, നിൻ്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോയി, നീ ഇനി കെട്ടാൻ പോകുന്ന പെണ്ണിനെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ കേട്ടോ. ദാമ്പത്യ ജീവിതം നിനക്കുള്ളതല്ലടാ മോനെ, അതേ നല്ല ആണുങ്ങൾക്കുള്ളതാ. ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് പോയിട്ടോ. എഴുന്നേറ്റ് പോകാൻ കാരണം ഈ മഹേഷിൻ്റെ അച്ഛനും അമ്മയും ആ ഭാഗത്തേക്ക് വന്നു. അന്നേരം പതുക്കെ എഴുന്നേറ്റ് പോയി. എന്തായാലും നമ്മുടെ മഹേഷിനെ ആ സ്റ്റേജിലേക്ക് സ്വീകരിച്ച് കൊണ്ടുപോവാണ്. സ്റ്റേജിൽ ആ മണ്ഡപത്തിൽ കയറി മഹേഷ് ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും മനസ്സിന് വന്നിട്ട് സുചിത്രയും അഷിതയും ഉണ്ട് ഇഷിതയുടെ കൂടെ. നിങ്ങളൊരു കാര്യം ചെയ്യുക, താലത്തിന് ഉള്ള പിള്ളേരുടെ കൂട്ടത്തിലേക്ക് നിങ്ങളങ്ങ് പൊക്കെ. അപ്പോൾ അതിന് അവരെ പിള്ളേരുണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും വേണ്ടേ? അതിന് ഞാനുണ്ടല്ലോ, ഞാൻ ഇഷിതയും കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. മോളെ നിനക്ക് ബാത്റൂമിൽ വല്ലതും പോകണോ? വേണ്ട, ഇപ്പം വേണ്ട. സ്റ്റേജിൽ കയറിയാൽ പിന്നെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുക്കൊക്കെ കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ ശരി, ഞാൻ മാലയും കമ്മലൊക്കെ ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞു ഇഷിത ടോയ്ലറ്റിലേക്ക് ഇവളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് കാത്തുകെട്ട് നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിനയുടെ കോള് വരാനായിട്ട് വിനോദും കാത്തു നിൽക്കുന്നു. പതുക്കെ നമ്മുടെ വിനോദും ഗുണ്ടകളും കൂടെ പതുക്കെ ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. അപ്പോൾ ആകാശിൻ്റെ രചനയ്ക്ക് ഇത് കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണേ. രചനയ്ക്ക് ഇപ്പോഴും സംശയമാണ് ഇതൊക്കെ നടക്കുമോ എന്ന്. എന്തായാലും നമ്മുടെ ഇഷിതയെ ടോയ്ലറ്റിനകത്തേക്ക് കയറ്റിയ ശേഷം പുറത്ത് ഇറങ്ങിയ ശേഷം നമ്മുടെ മനസ്സിന് ആ ഗുണ്ടകളെ കൈയാട്ടി വിളിക്കുക, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്നെ ഉപദ്രവിച്ചിട്ട് വേണം, ആ ഒരു രീതിക്ക് വേണം കൊണ്ടുപോകാനായിട്ട്. ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷിത പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ മനസ്സിനെ പുറത്ത് ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു. മാത്രമല്ല വായിലും മാസ്കല്ലല്ലോ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിരിക്കുക. ആ ഒരു അവസ്ഥയിലാക്കി ഇങ്ങനെ ഇട്ടിരിക്കുക. അതായത് മനസ്സിനെയും ആരോ ഉപദ്രവിച്ചു, എന്നിട്ട് ഇഷിതയെ തട്ടിക്കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കണം. മനസ്സിനിക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന്. എന്തായാലും ഞങ്ങളോടൊപ്പം വരണമെന്നൊക്കെ പറഞ്ഞ് ഇഷിതയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുവാണ്. ഇഷിതയെ അങ്ങനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നടക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പെണ്ണ് വരാൻ വൈകുന്നത് കണ്ടിട്ട് ആഷിത വീണ്ടും അങ്ങോട്ടേക്ക് വന്നതാണ്. പെണ്ണ് വരാൻ സ്റ്റേജിലേക്ക് വരാൻ വൈകുവാണല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഒരുങ്ങുന്ന മുറിയിലേക്ക് ചെന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയില്ല, മനസ്സിനിയില്ല. മനസ്സിനി അന്നേരത്തേക്ക് ഓടി വന്നിട്ട് കാര്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രണ്ടുപേരും വന്ന് തോക്ക് ചൂണ്ടി അവളെ കൊണ്ടുപോയി എന്ന്. അമ്മ എന്താ ഈ പറയുന്നത്? എൻ്റെ വായും കൈയും ഒക്കെ കെട്ടിയിട്ടു കല്യാണത്തിന് വന്ന ഒരാളെ എൻ്റെ കെട്ടഴിച്ചു വിട്ടത്. അഷിത ആകെ തളർന്നവിടെ ഇരിക്കുക. മനസ്സിനെ ഓടുകയാണ്. ഈ മണ്ഡപത്തിൽ പോയി വിവരമൊക്കെ എന്ന് അറിയിച്ചിട്ട് എല്ലാവരുടെയും സങ്കടം കാണാനായിട്ട്. അങ്ങനെ മനസ്സിനെ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഇഷിത ആരോ തട്ടിക്കൊണ്ട് പോയി, ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ മഹേഷും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഓടിക്കൂടി സ്റ്റേജിലേക്ക് ആൾക്കാരൊക്കെ ഓടിക്കൂടി പ്രഭുമാഷ് അങ്ങ് വീഴാൻ പോയി. ആ ഒരവസ്ഥയിൽ പ്രഭുമാഷ് തളർന്നിങ്ങനെ ഇരിക്കുകയാണ്. വിനോദ് അനങ്ങാപ്പാറ പോലെ അവിടെ ഇരിപ്പുണ്ട്. ഇതേ സമയമുണ്ടല്ലോ താലമേന്തിയ കുട്ടികൾക്ക് പിന്നിലായിട്ട് നമ്മുടെ ഇഷിത നടന്നു വരികയാണ്. ഇഷിതയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇഷിത കല്യാണപ്പെണ്ണായിട്ട് നടന്നു വരികയാണ്. എല്ലാവരും ഇത് കണ്ട് അന്തം വിടുവാണ് കേട്ടോ. ഏറ്റവും ആദ്യം അന്തം വിട്ടത് നമ്മുടെ മനസ്സിന് തന്നെയാണ്. ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല.
എന്തായാലും വിനോദിൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ട് കേട്ടോ. വിനോദിൻ്റെ മുഖത്ത് കള്ളച്ചിരി, പക്ഷേ വിനോദ് ഒളിപ്പിച്ച് വെക്കുകയാണ്. അതുപോലെ നമ്മുടെ ആകാശും രചനയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേജിലേക്ക് കയറിയിട്ടോ നമ്മുടെ ഇഷിത. അങ്ങനെ കല്യാണവും നടക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സി യു അഗെയിൻ. താങ്ക് യു.